ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് H.G. വെൽസ് എഴുതിയ ദ വാർ ഓഫ് ദ വേർഡ്സ് എന്ന സയൻസ് ഫിക്ഷനാണ്. ഈ ഫിക്ഷൻ പബ്ലിഷ് ചെയ്തേക്കുന്നത് 1898 ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ സാഹിത്യത്തിലെ ആദ്യകാല മഹത്തരമായ കൃതികളിലൊന്നാണ് ദ വാർ ഓഫ് ദി വേർഡ്സ്. ഭൂമിയിൽ അപ്രതീക്ഷിതമായി കയറി വരുന്ന മാർഷ്യൻസ് പറഞ്ഞാൽ അറിയാലോ, അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ജീവികൾ അല്ലേ, ഒരു ഏലിയൻസാണ് മാർഷ്യൻസ് എന്ന് പറയുന്നത്. ഇത് വെൽസിൻ്റെ കൽപ്പനയിൽ സൃഷ്ടിച്ച മാർസ് ഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു ഉയർന്ന സാങ്കേതിക ശേഷിയുള്ള അന്യസമൂഹമാണ്, അതായത് അന്യഗ്രഹ ജീവിയാണ് മാർഷ്യൻസ്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുള്ളതാണ്? വലിയ ഇരുണ്ട തല, അതുപോലെ 2 വലിയ കണ്ണുകൾ, മൂക്കും ചെവിയൊന്നും ഇല്ല, ശരീരത്തിൻ്റെ താഴെ ഭാഗം വളരെ ചെറുതായാണ് അല്ലേ. ഭൂമിയിലെ മനുഷ്യർ ബഹിരാകാശത്തുള്ള ജീവിയെ നേരിട്ട് കാണുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ ഒരു പേടിയും അസ്വസ്ഥതകളുമൊക്കെയാണ് ഈ ഫിക്ഷനിലൂടെ നമുക്ക് റൈറ്റർ പറഞ്ഞു തരുന്നത്. നമുക്കിവിടെ പാരഗ്രാഫ് വൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോവലിലെ നായകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നെറേറ്റർ എന്ന് പറയാം. അദ്ദേഹം ഇംഗ്ലണ്ടിലെ വീക്കിംഗ് എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആകാശത്ത് അദ്ദേഹം ഒരു പ്രകാശമുള്ള കുറച്ചൊരു പ്രകൃതി സംഭവങ്ങൾ കാണുകയാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ മാർസിൽ നിന്നും ഭൂമിയിലേക്ക് സിലിണ്ടറുകൾ വന്ന് വീഴാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ മാർഷ്യൻ എഴുത്തുകാരൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ശരിക്കും ഒരു നടന്ന സംഭവമായി വായനക്കാർക്ക് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് റൈറ്റർ ഇവിടെ എന്ത് ചെയ്യുന്നത്, അത് വിശദീകരിക്കുന്നത്. ആ വലിയ സിലിണ്ടർ ഭൂമിയിലേക്ക് പതിച്ചതോടെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരും അമ്പരന്നും പേടിയോടു കൂടിയുമായിട്ടാണ് ആ സിലിണ്ടറിന് മുന്നിൽ നിൽക്കുന്നത്. ആ ജനക്കൂട്ടത്തിൽ നമ്മുടെ നെറേറ്ററും ഉണ്ടായിരുന്നു. ആ സമയത്ത് നെറേറ്റർ വേക്കിങ്ങിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു യങ് മാനിനെ ആ സിലിണ്ടറിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ അവൻ അബദ്ധത്താൽ പെട്ടതായിരിക്കാം എന്ന് നമ്മുടെ നെറേറ്റർ ചിന്തിക്കുകയാണ്. ആളുകളുടെ ഉന്തും തള്ളും കൊണ്ട് അവന് അവിടെ നിന്നും പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല, സിലിണ്ടറിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവന് സാധിക്കുന്നില്ല. അതേസമയം അവിടെ ഒരു പേടിപ്പെടുത്തുന്ന സംഭവം നടക്കുകയാണ്. സിലിണ്ടറിൻ്റെ അറ്റം അകത്തു നിന്ന് കറങ്ങാൻ തുടങ്ങുകയാണ്. 2 അടി നീളമുള്ള സ്ക്രൂ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ആ സിലിണ്ടറിനുള്ളിൽ ആരോ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു. ഇത് കണ്ടിട്ട് ജനങ്ങൾ മുന്നോട്ടും പിന്നോട്ടും നടക്കുമ്പോൾ ഒരാൾ നറേറ്ററിനെ ശക്തമായി തട്ടുന്നു. നറേറ്റർ ആ സ്ക്രൂവിന് മുകളിലേക്ക് വീഴാൻ പോയെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറി സിലിണ്ടറിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സ്ക്രൂ മുഴുവനായും അഴിഞ്ഞിരിക്കുന്നതാണ്. സ്ക്രൂ നിലത്തേക്ക് വീണപ്പോൾ ഒരു കനത്ത ശബ്ദമുണ്ടായി. ആ ശബ്ദം കല്ലുകൾ തമ്മിൽ ഇടിക്കുന്നത് പോലെയായിരുന്നു, അതായത് ഹൃദയം നടുങ്ങുന്നത് പോലെ ഒരു ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. നറേറ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കുനിഞ്ഞു നോക്കി, പക്ഷെ ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. അതിനുള്ളിൽ നിന്നും വന്ന വെളിച്ചം കാരണമായിരിക്കാം ഒന്നും അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്തത്. സെക്കൻഡ് പാരഗ്രാഫ്. സിലിണ്ടറിന് ചുറ്റും തടിച്ചുകൂടിയ ജനങ്ങൾ പ്രതീക്ഷിച്ചത് അതിനുള്ളിൽ നിന്നും മനുഷ്യനെ പോലെയുള്ള ഒരാൾ പുറത്തു വരും എന്നായിരുന്നു. നെറേറ്റർക്കും അതേ പ്രതീക്ഷ തന്നെയായിരുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല സംഭവം. സിലിണ്ടറിൻ്റെ ഇരുണ്ട അകത്തുനിന്ന് ഒരു വിചിത്രമായിട്ടുള്ള അനക്കം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും ചാരനിറമുള്ള മഞ്ഞുപോലുള്ള തരംഗങ്ങൾ ഉയരാനും താഴുവാനും തുടങ്ങി. ശേഷം ആ ഇരുട്ടിൽ നിന്ന് 2 തിളങ്ങുന്ന പാളികൾ തെളിഞ്ഞു വന്നു. അത് മാർഷ്യൻ്റെ വലിയ കണ്ണുകളായിരുന്നു. ഭൂമിയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജീവൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള തെളിവായിരുന്നു അത്. ആ സിലിണ്ടറിൽ നിന്നും ചാരനിറമുള്ള പാമ്പ് പോലെയുള്ള ഒരു ജീവി പുറത്തേക്ക് വന്നു. പാരഗ്രാഫ് 3. ആ സമയത്ത് പെട്ടെന്ന് നെറേറ്ററിൻ്റെ ശരീരത്തിലേക്ക് തണുത്ത കാറ്റ് കുത്തിക്കയറുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഈ സമയത്ത് പുറകിൽ നിന്നും ഒരു സ്ത്രീയുടെ ചീറുന്ന ശബ്ദവും കേട്ടു. ആ സൗണ്ട് അദ്ദേഹത്തെ ഞെട്ടിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ആ ഭൂമിയിലേക്ക് പതിച്ച സിലിണ്ടറിന്മേലായിരുന്നു. ആദ്യം ആ സിലിണ്ടർ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയതെങ്കിലും ആ സിലിണ്ടറിൽ നിന്നും 1-2 മാർഷ്യൽസ് പുറത്തേക്ക് വരുമ്പോൾ
അത് ആളുകളിൽ ഭയമായി മാറി. അത് ആളുകളുടെ മുഖത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. ആദ്യം കണ്ട അവരുടെ കൗതുകം പിന്നീട് എന്തായി ഭയമായി മാറി. അവർ പേടിച്ച് ശബ്ദമുണ്ടാക്കി. എല്ലാവരും പുറകോട്ട് പോവാൻ തുടങ്ങി. പരസ്പരം തള്ളാനും കുറച്ചുപേർ കുഴഞ്ഞു വീഴുവാനും തുടങ്ങി. ആ നിലവിളികളുടെ നടുവിൽ നേരത്തെ പറഞ്ഞ ജോലിക്കാരൻ സിലിണ്ടർ വീണ് കിടന്ന കുഴിയായിടത്ത് വീഴാതിരിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ ഇപ്പോൾ നെറേറ്റർ മാത്രമാണുള്ളത്. നെറേറ്ററിന് ഓടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തതുപോലെ തോന്നി. പാരഗ്രാഫ് 4. സിലിണ്ടറിൽ നിന്നും പുറത്തു വന്ന മാർഷ്യൻസിൻ്റെ പുറംഭാഗം പ്രകാശത്തിൽ നനഞ്ഞ തൊലി പോലെ തെളിഞ്ഞു. അതായത് ഒരു വഴുവഴുപ്പുള്ള ഒരു സ്കിന്ന് പോലെ പ്രകാശത്തിൽ അതെന്ത് ചെയ്തു, ഗ്ലേസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഒരു നല്ലൊരു തിളക്കം, ഒരു ഓയിലി പോലെ തോന്നി. അതിൻ്റെ രൂപം ഏകദേശം മുഖം പോലെ ആയിരുന്നോ എന്ന് നറേറ്ററിന് തോന്നിയില്ല. കണ്ണുകളുടെ താഴെ ഒരു വിരൽ പോലെയുള്ള വായ ഉണ്ടായിരുന്നു. അതിൽ നിന്നും സലൈവ വരുന്നുണ്ടായിരുന്നു. പാരഗ്രാഫ് 5. മാർഷ്യൻസിൻ്റെ അപ്പിയറൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. എന്താണ് അതിൻ്റെ സ്കിന്നിലെ നനഞ്ഞ തൊലി പോലെ ആയിരുന്നു, പ്രകാശത്തിൽ അത് ഗ്ലേസിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ കണ്ണുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് വലിയ കണ്ണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് വായ, വിരലുകൾ പോലെയുള്ള വായയായിരുന്നു, അതിൽ നിന്നും സലൈവ വരുന്നുണ്ട്. ഇനി പറയുന്നത് മാർഷ്യൻസിൻ്റെ വായ വി ഷേപ്പാണെന്നാണ് പറയുന്നത്. മുകളിലെ ലിപ്പ് പോയിൻറ്റഡ് ആണ്. താടി അവർക്കില്ല. അവർ നടക്കുന്നത് വളരെ പതുക്കെയാണ്. ഒരു ഭാരം ഏറിയിട്ടുള്ള ഒരു നടത്തം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയേക്കുന്നത്. അവർ ശ്വാസം എടുക്കുമ്പോൾ എന്താണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാമായിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ പേടിപ്പെടുത്തുന്നത് അവരുടെ ആ വലിയ കണ്ണുകളാണ്. അവയുടെ ഓയിലി ആയിട്ടുള്ള സ്കിന്നും സ്ലോ ആയിട്ടുള്ള നടത്തവും എല്ലാം കണ്ടിട്ട് നെറേറ്ററിന് ഇവിടെ എന്താണ് തോന്നുന്നത്, ഭയവും അസ്വസ്ഥതയും വെറുപ്പുമാണ് തോന്നുന്നത്. പാരഗ്രാഫ് 6. പെട്ടെന്ന് ആ മാർഷ്യൻസ് വാനിഷായി. മാർഷ്യൻ സിലിണ്ടറിൻ്റെ അരികിൽ നിന്ന് മറിഞ്ഞ് അതിനടുത്തുള്ള കുഴിയിൽ വീണു. വീഴുമ്പോൾ അത് ഭീതിപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കി. ആ കുഴിയിൽ നിന്നും മറ്റൊരു ക്രിയേച്ചർ നിഴലിൽ ഇരുണ്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പാരഗ്രാഫ് 7. നെറേറ്ററിൻ്റെ പേടി കുറച്ചൊക്കെ മാറി. എന്നിരുന്നാലും ഉൾഭയമുള്ളതിനാൽ അയാൾ ഉടനെ തിരിഞ്ഞ് ഓടുവാനായി തുടങ്ങി. ഏകദേശം 100 യാർഡുകൾ അകലെയുള്ള മരങ്ങളുടെ കൂട്ടത്തിലേക്കാണ് അദ്ദേഹം ഓടിയത്. അദ്ദേഹം ഓടിപ്പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വെറുപ്പും ഭയവുമാണ് തോന്നിയത്. പാരഗ്രാഫ് 8. അദ്ദേഹം അവിടെയുള്ള പൈൻ ചെടികളുടെ അടുത്തെത്തി. സിലിണ്ടർ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. ആ ജനങ്ങൾക്കും നെറേറ്ററിനും തോന്നിയത് ഭയവും വിസ്മയവും നിറഞ്ഞ ഒരു അത്ഭുതമായിട്ടാണ്. ആ കുഴിയിൽ ഒരു കറുത്ത വസ്തു കണ്ടു. അത് കടയിൽ ജോലി ചെയ്യുന്ന യങ് മാനിൻ്റെ തലയായിരുന്നു. അവൻ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്ലിപ്പായി താഴേക്ക് തന്നെ പോവുകയായിരുന്നു. പിന്നീട് ഒരു ചെറിയ ശബ്ദം കേട്ടു. അവനെയും പിന്നെ കണ്ടില്ല. നെറേറ്ററിന് അവനെ സഹായിക്കണം എന്ന് തോന്നിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭയം അതിന് അദ്ദേഹത്തെ സമ്മതിച്ചില്ല.